അമ്മ മരിച്ചുപോയി. എൻ്റെ ജന്മസ്ഥലം പോത്തുകല്ല്, എൻ്റേത് പത്തനംതിട്ട. പെരുന്നാൾക്ക് വന്നീനി ഞങ്ങളോടൊക്കെ ഇതിന് കൂടെ. വലിയ പെരുന്നാൾ ഗൈസ്. അപ്പോൾ നമ്മൾ നിലമ്പൂർ മുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. കരുളായി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സ്ഥലത്തേക്കുള്ള റോഡിൽ ഉള്ളൊരു സ്ഥലമാണ്. നിലമ്പൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എം സ്വരാജിൻ്റെ നിലമ്പൂർ മത്സരിച്ചിരുന്ന എം സ്വരാജിൻ്റെ നാട്ടിലേക്ക് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നിലമ്പൂർ പോത്തുകല്ലാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീട് വെച്ച് താമസിക്കുന്നത് നിലമ്പൂർ മുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സിൽ വന്നിറങ്ങി അതിന് ശേഷം ഒരു ഓട്ടോ ചേട്ടൻ്റെ സഹായത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ രാഷ്ട്രീയം ആണ് കൂടുതൽ പറഞ്ഞായിരുന്നത്. സ്വരാജിനെ കുറിച്ചിട്ട് എല്ലാ ആളുകൾക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം ജനിച്ചത് നിലമ്പൂർ പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് അവരുടെ ഒരു തറവാടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ യാത്രാ സൗകര്യവും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തായിട്ടാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വീടുള്ളത്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. റെയിൽവേയുടെ അവിടെ നിന്ന് ഒരു വളരെ കുറച്ചാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളൂ. റെയിൽവേ ക്രോസ് ചെയ്തിട്ട് അണ്ടർ പാസേജ് വഴിയേറ്റാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുക, പെട്ടെന്ന് എത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അങ്ങനെ വട്ടം ചുറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം വീടിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗേറ്റാണ്, നീക്കുന്ന ഒരു ഗേറ്റാണ്. അപ്പോൾ ആ ഗേറ്റ് നമുക്ക് തുറക്കാം, ഉള്ളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്വരാജിൻ്റെ, എം സ്വരാജിൻ്റെ വീട്. നിലമ്പൂർ മത്സരിച്ചിരുന്ന, ഇപ്പോൾ 2ാം സ്ഥാനത്തേക്കൊക്കെ വന്നിട്ടുള്ള, മത്സരിച്ച് റിസൾട്ട് വന്നപ്പോൾ 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള എം സ്വരാജിൻ്റെ വീട്. നമ്മൾ ചെന്ന ദിവസം കുറച്ച് മഴയൊക്കെയുള്ളൊരു ദിവസമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നിലമ്പൂർ മുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ സ്വരാജിൻ്റെ സ്വന്തം വീടാണ്. സ്വരാജ് ഇവിടെയാണ് താമസം ഉള്ളത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഇവിടേക്ക് ഉണ്ടാവുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് വെറും 1 കിലോമീറ്റർ ദൂരമേ ഈ വീട്ടിലേക്കുള്ളൂ. വീടിൻ്റെ പേരൊന്നും പ്രത്യേകിച്ച് ഗേറ്റിലും മറ്റൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ അതിമനോഹരമായിട്ടുള്ള അടിപൊളി വീടാണ് ഇവിടെയുള്ളത്. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ കയറി വരുന്ന ഭാഗമൊക്കെ മുറ്റമെല്ലാം തന്നെ നന്നായിട്ട് ടൈല് പാകി വിരിച്ചിട്ടുണ്ട്, ചെറിയ കല്ല് പോലെയുള്ളത്. ഉമ്മറത്ത് ഒരു വലിയ മുറ്റമുണ്ട്. പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടില്ല. കുറേശ്ശെ പുല്ലൊക്കെ വന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഗേറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമതിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി നിർമ്മിതിയാണ്. ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റിനെ കവർ ചെയ്തുകൊണ്ടൊരു പാക്കിങ്ങൊക്കെ വരുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ട് തോന്നി, വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള വ്യൂ, അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റൈലും വീടാട്ടോ, ഒരു വ്യത്യസ്ത നിർമ്മിതിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അയൽവാസിയായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം നിലമ്പൂർ സ്വരാജിൻ്റെ വിശേഷങ്ങൾ അവർക്ക് പറയാനുള്ളത് കേൾക്കാം. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങളുടെ പേരെന്താ? റമീസ് അല്ലേ? റമീസ് സ്വരാജിന്റെ അയൽവാസിയാണ് അല്ലേ? നിങ്ങൾ ഇവിടെ ദിവസം അവരെ കാണാറുണ്ടോ? ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ വീട് വന്നിട്ട് അതെ. ഇപ്പൊ ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്ര സമയം ഉണ്ടാവും? താമസം അതായത് ഇതിലിപ്പോ വീട് വെച്ച് ഇവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട് ഇവിടെ വീട് 4 വർഷമൊക്കെ ആയി. 4 വർഷമായില്ലേ? അറേഞ്ചിലായിരുന്നു. അപ്പൊ ഇതിന്റെ മുന്നേ എവിടെയായിരുന്നു താമസം? കോട്ടയം പറയുന്ന കേൾക്കാം. എറണാകുളം, തിരുവനന്തപുരം, അവിടെ വൈഫിന്റെ വീട് അവിടെ. അപ്പൊ അവര് ഇവിടെ ഇല്ലേ ജന്മസ്ഥലം? നിലമ്പൂരില്ല. അല്ല, പൂത്തല് ആയിരുന്നു ആദ്യം. അപ്പൊ എന്തോ അമ്മ മരിക്കുന്ന നേരത്തെ വൈക്കടവിലാണ്. ഇങ്ങോട്ട് വന്നാ തോന്നേ, നമുക്ക് അങ്ങനെ അറിയില്ല. അതല്ലേ പോത്തുകളി, അതായത് അമ്മ മരിക്കുന്ന നേരത്തെ ഉണ്ടാവില്ല നമ്മള് സ്ഥലത്ത് വീട് വെക്കണം, അങ്ങനെ വെച്ചതാണ് ഇവിടെ. അങ്ങനെ വെച്ചാണല്ലേ? അപ്പൊ ഇവിടെ സ്വരാജ് ഇടയ്ക്ക് വരാറുണ്ട്? എപ്പോഴൊക്കെ വരാറുണ്ട്? മാസത്തില് വരൂല്ലേ? വന്നാല് 2 ആഴ്ച രാത്രി വരിക, രാവിലെ വെളുപ്പിന് ട്രെയിനിന് പോകും. നല്ല ആളാണ്. സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, പുതിയ സ്ഥാനാർത്ഥി
എന്താ മറ്റുള്ളവരോടും സംസാരിക്കാനും കാര്യങ്ങളും അങ്ങനത്തെ ഒരു നിലപാടില്ല. ഒരു തലക്കനൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെയല്ല, എല്ലാവരും ഒരേപോലെ സാധാരണക്കാരൻ അല്ലേ? എല്ലാവരും ഒരേപോലത്തെ തന്നെ നിലപാടാണ്. അപ്പൊ നിങ്ങൾക്ക് ചെറുപ്പം മുതൽ അറിയില്ല, ഇപ്പൊ ഒരു 4 വർഷമായിട്ടുള്ള ഒരു പരിചയം. 4 വർഷമായിട്ട് നല്ല ഇപ്പൊ ഇവിടെ വരും പെരുമാറ്റം. വീട്ടിൽ വന്ന് ഒരു വീട്ടിലില്ല ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ നല്ല മനുഷ്യനാണ്. നിങ്ങൾ പെരുന്നാളിനൊക്കെ അതിനെ വിളിക്കാറുണ്ടോ? പെരുന്നാൾക്ക് വന്നീനി ഞങ്ങളതോടൊക്കെ ഇതിന് കൂടെ. ഇപ്പൊ വലിയ പെരുന്നാളല്ലേ ഇപ്പൊ കഴിഞ്ഞത്? വലിയ പെരുന്നാൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വീട്ടിലൊക്കെ എല്ലാരും വീട്ടിൽ വന്നീനി. രാത്രി വരുള്ളൂ. വരുള്ളൂ. പിന്നെ രാവിലെ ചാനലുകാർ വരും. രാവിലെ 6 മണിയാകുമ്പോൾ 6 മണി 6:30 ഉള്ളിൽ ചാനൽസ് വരും. അപ്പോൾ ഓരോരുത്തർ കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഒരു 7-8 മണിയോട് കൂടി അറിയും. പിന്നെ രാത്രി 11-ന് ശേഷം വീട്ടിൽ വരും. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു വൃക്ഷശേഖരമൊക്കെ ഉണ്ട്. ഇവിടെ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് 2 സ്ഥലം അത് പിന്നെ എടുത്തുകൊണ്ട് അതിന് ദൂര സ്ഥലങ്ങളിൽ നിന്ന് യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ ഒരു ഫലവൃക്ഷ തൈ ഇവിടെ കൊടുന്ന് വെക്കാറുണ്ട് കേട്ടിട്ടുണ്ട്. അത് ഈ സ്ഥലത്തായിരിക്കും. ഈ സ്ഥലത്ത് അത് തൈ അവിടുന്ന് കൊടുന്നിട്ട് എവിടെ നിന്നെങ്കിലും കൊണ്ടുവരും അല്ലേ? കൊണ്ടുവന്നിട്ട് അത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ അതേപോലെ ലൈബ്രറി കാര്യങ്ങൾ. അതിൻ്റെ ഉള്ളിൽ ലൈബ്രറി ശേഖരണം ഉണ്ട്. അത് ഈ വീട്ടിലാണ്. അത് എല്ലാ ഇതും ായാലും സമരമായാലും എല്ലാ നിലപാടുകളും എല്ലാ ശേഖരണം. അതെല്ലാം വായിച്ചിട്ട് നല്ല അറിവും കാര്യങ്ങളും. അതെ അതെ. സൂര്യനെ ചോട്ടിൽ എന്തിനെ കുറിച്ചിട്ട് അഭിപ്രായമുള്ള ആളാണ് സ്വരാജ്. നല്ല നിലപാടിലെ മനുഷ്യനാണ്. വീട്ടിൽ നിൽക്കണ പോലെ തന്നെ ഞാൻ പോവാണ് പിന്നെ വരാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് യാത്ര വന്നത്. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ റമീസിനെയും കൂട്ടിയിട്ട് സ്വരാജിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എല്ലാ ആളുകളോടും അയൽവാസികളോടൊക്കെ വളരെ സ്നേഹമുള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു അയൽവാസി കൂടിയായിട്ടുള്ള റമീസിനെയും കൊണ്ടാണ് നമ്മൾ സ്വരാജിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതായി ചെല്ലുന്നു. മുൻഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അച്ഛൻ, മുരളീധരൻ നായർ. ഓക്കെ, അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി നമ്മൾ ആദ്യം സ്വരാജിൻ്റെ വീടിൻ്റെ അകത്ത് ഉള്ള അദ്ദേഹത്തിൻ്റെ വലിയ പുസ്തക ശേഖരണത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയാണ്, ഒരു വലിയ സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ സ്വരാജിൻ്റെ ഒരു വലിയ വീക്ക്നെസ്സും അതുപോലെ തന്നെ ഒരു ഹോബിയൊക്കെയാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ക്യാമറകൾ, പണ്ട് കാലം മുതലേ ഉപയോഗിച്ചിരുന്ന ക്യാമറകളൊക്കെ ഇവിടെ നന്നായിട്ട് ഷെൽഫിൽ ഒതുക്കി നല്ല സ്റ്റൈലായിട്ട് വൃത്തിയായി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഫോട്ടോഗ്രാഫി അദ്ദേഹത്തിനൊരു വീക്ക്നെസ്സാണ് അല്ലെങ്കിൽ ഒരു ഹോബിയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് പരന്ന വായന. ഏകദേശം ഒരു 3000-ൻ്റെ മുകളിൽ പുസ്തകം ഉണ്ടാവുമെന്നാണ് ഇവിടെ തോന്നുന്നത്. അത്രയും പുസ്തകങ്ങൾ ഇവിടെ അദ്ദേഹം അതിൽ ഏകദേശം ഒരു 90% അദ്ദേഹം വായിച്ചു തീർത്തത് തന്നെയാണ്. അതുപോലെ തന്നെ ഷെൽഫിൻ്റെ മുകളിലൂടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ മൊമെൻറ്റോകളും ഒക്കെ ആയിരിക്കാം ഇവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് നമുക്കത് തോന്നും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ നിന്ന് കിട്ടിയതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വിശദീകരിക്കുന്ന ഒരുപാട് മൊമെൻറ്റോകളും ചിത്രങ്ങളും ഒക്കെ ഈ ലൈബ്രറിക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരു വലിയ വിശാലമായ ഒരു ഹാള് തന്നെയാണ്. ഒരു ജനറൽ നമ്മുടെയൊക്കെ ഒരു ഗ്രാമീണ വായനശാല എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്താവുന്ന രീതിയിലേക്കുള്ളൊരു ഒരു ഒരു ഉൾവശമാണ് ഈ ലൈബ്രറി ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു വലിയ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അതൊന്ന് നേരിട്ട് കാണാൻ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാണ്. വളരെ സന്തോഷമുണ്ട് ഈ ലൈബ്രറിയൊക്കെ ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് കാണാൻ കഴിഞ്ഞത്. പുസ്തകങ്ങളെല്ലാം കുറേ ആളുകൾ ഇങ്ങനെ വായിക്കുന്നുണ്ടാവും, വായിച്ച് കഴിഞ്ഞത് ഒതുക്കി വയ്ക്കുന്നുണ്ടാവും. പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് ഒരു ലൈബ്രറിയുടെ സെറ്റപ്പിൽ അതിൻ്റെ ഒരു ഭംഗിയോട് കൂടിയിട്ട് പുസ്തകത്തിൻ്റെ എല്ലാം വാല്യൂ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ലൈബ്രറി വീടിനകത്ത് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ പുസ്തക വായനക്കാരനും പുസ്തകത്തോടും അക്ഷരത്തെയും സ്നേഹിക്കുന്ന ആളിനും മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വലിയ പുസ്തക ശേഖരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. ഇതെല്ലാം അദ്ദേഹം വായിച്ചതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനോടും അദ്ദേഹത്തിന് കൃത്യമായ നിലപാടും അറിവും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുസ്തക വായന ഒരിക്കലും ഒരാളെയും പുറകോട്ടടിക്കില്ല, മുന്നോട്ട് മാത്രമേ നയിക്കുള്ളൂ എന്നാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഇവിടെ സ്വരാജിൻ്റെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, നമുക്ക് ചോദിച്ചറിയാം. അച്ഛൻ എന്ത് ജോലി ചെയ്തായിരുന്നു? ഞാൻ വെറ്റിനറി ഫീൽഡ് ഓഫീസറായിട്ട് റിട്ടയർഡായി. അച്ഛൻ്റെ പേര്?
മുരളീധരൻ നായർ. മുരളീധരൻ നായർ എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ചാനലിലെ ആളുകളോടൊന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ കോമ്രേഡിൻ്റെ അച്ഛൻ അല്ല അമ്മ മരിച്ചുപോയി. 12 വർഷമായി. 12 വർഷമായി അല്ലേ? നമ്മുടെ പേരെന്തായിരുന്നു? സുമാങ്കി അമ്മ. സുമാങ്കി അമ്മ. കോമ്രേഡിൻ്റെ വൈഫ് ഇപ്പോൾ ജോലി ചെയ്യുന്ന എറണാകുളത്താണ്. കൊച്ചിയിൽ അല്ലേ? അതാണ് ഇവിടെ കൂടുതൽ സമയം കാണാത്ത വരുന്നത്. ഓക്കെ. കുട്ടികളില്ല അല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയതിനു ശേഷം ഫുള്ള് തിരുവനന്തപുരത്താണോ അതോ ഇവിടെ വരും? ദിവസം കൂടുമ്പോൾ ആഴ്ച 2 ദിവസമൊക്കെ ചിലപ്പോൾ വരും അല്ലേ? ആ, ഇത് റെയിൽവേയുടെ അടുത്താകൊണ്ട് വരവും പോക്കും കുറച്ച് എളുപ്പമായിരിക്കും അല്ലേ? അതിനുവേണ്ടിയാണ് ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചത്. ആണല്ലേ? അപ്പോൾ ജന്മസ്ഥലം ഇവിടെ അല്ലേ? അല്ല, പോത്തുകല്ലാണല്ലേ? ആ, ഓക്കെ. അവൻ്റെ ജന്മസ്ഥലം പോത്തുകല്ല്, എൻ്റേത് പത്തനംതിട്ട. അത് ശരി. ആ, വൈഫിൻ്റെ വീടാവും അപ്പോൾ ഇവിടെ അല്ലേ? നിങ്ങളുടെ വൈഫ് ഇവിടെ അങ്ങനെ പത്തനംതിട്ട. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്നതായിരിക്കും? അല്ല, എൻ്റെ അച്ഛനായിട്ട് ചെറുപ്പത്തിലെ ഇവിടെ കുടിയേറിയതാണ്. ഓക്കെ. ഞാൻ പഠിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. പത്തനംതിട്ടയ്ക്ക് പഠിത്തം കഴിഞ്ഞ് 69 തിരിച്ചു വന്നു. പിന്നെ ഈ നാട്ടുകാരനാണ്. പിന്നെ നിലമ്പൂരുകാരനാണ്. പത്തനംതിട്ടയിൽ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടോ? അച്ഛൻ്റെ അമ്മയുടെയും വീടൊക്കെ അവിടെയാണ്. അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് ഇടയ്ക്കൊക്കെ? ഇല്ല. അവരിങ്ങോട്ട് ചിലപ്പോൾ ചിലർ വരും. ആണല്ലേ? ഇപ്പോൾ ഇവിടെ താമസം നിലവിൽ അച്ഛൻ ഒറ്റയ്ക്കാണ്? സഹായിക്കാൻ ജോലിക്കാരും ഇല്ല? ഇല്ല, ഞാൻ ഇവിടെ അല്ല നിൽക്കുക. എങ്ങനെ? ഞാൻ ബാംഗ്ലൂരാണ്. ആ, അത് ശരി. എൻ്റെ മകളുടെ കൂടെ. ആ, സ്വരാജിന് പെങ്ങളുണ്ടോ? അവൻ്റെ നേരെ മൂത്തൊരു പെൺകുട്ടിയാണ്. അവിടെ ഞാനും കൂടെ വന്നാണ് എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷന് വേണ്ടി. 29 തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു. 30 തീയതി അനൗൺസിങ് ആയി സ്ഥാനാർത്ഥിയായിട്ട്. പിന്നെ ഇവിടെ നിന്നു. പിന്നെ 26 തീയതി ഈ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഓക്കെ. അപ്പോൾ കോമ്രേഡ് അതുപോലെ ചേച്ചി ആണല്ലേ ഉള്ളത്? പിന്നെ സിസ്റ്റേഴ്സായിട്ട് എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ സിസ്റ്ററായിട്ട്. എനിക്കൊരു മകളും ഒരു മകനും, 2 പേരേ ഉള്ളൂ മക്കൾ. ഓക്കെ. സ്വരാജിൻ്റെ ചേച്ചി അനിയത്തിയ? ചേച്ചി. എന്താണ് അവരുടെ പേര്? സ്വപ്ന. അവരിപ്പോൾ എവിടെ സെറ്റിൽഡ്? ബാംഗ്ലൂർ. ഇപ്പോൾ അവിടെ സെറ്റിൽ ചെയ്തേക്കുന്ന ബാംഗ്ലൂര്. ഇപ്പോൾ അവൾ പാറലിലുണ്ട്. എവിടെ? അവളുടെ ഭർത്താവിൻ്റെ വീട് പാറലിലാണ്. നിങ്ങളുടെ അവിടെയൊക്കെ പോകുന്ന തൂത. അവിടെയാണല്ലേ? ഓക്കെ. അവരുടെ അമ്മായിമ്മ മരിച്ചു, അതിന് അവിടെ പോയതാണ്. പാറൽ എവിടെയായിട്ടാ? പാറലിൻ്റെ പ്രധാന ഒരു പാറലുണ്ട്, പിന്നെ ഒരു പാറൽ വളവുണ്ട്. ആ വളവിനാണ്. വളവിന് റൈറ്റ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് ഒരു സൈഡ് റോഡുണ്ട്. ആ റോഡ് കൂടെ ഒരു താഴത്തേക്ക് ഇറങ്ങാനുള്ളതൊക്കെ അല്ലേ? താഴേക്ക് ഇറങ്ങുന്ന ആ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ. അവിടെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ബാംഗ്ലൂർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ജോലിയില്ല, ബിസിനസ്. നിങ്ങൾ വെറ്റിനറി ഫീൽഡ് ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്താണ്. സ്വരാജ് കോമ്രേഡിൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കലൊക്കെ ഞാൻ ഉണ്ടാക്കും അല്ലേ? ഓക്കെ. ഇവിടെ സഹായിക്കാനൊന്നും ആരുമില്ല? ഇത്രയും വലിയ വീടായിട്ട് സഹായിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്തായാലും പ്രത്യേകതയായിട്ട് പറയാനുള്ളത് പൊതുവേ മറ്റുള്ള ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാർഷിക താല്പര്യം കൂടി, കർഷകനും കൂടി ആയിട്ടുള്ള ഒരാളാണ് സഖാവ് എന്ന് ഈയിടെയായിട്ട് അറിഞ്ഞു. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വൃക്ഷത്തെ കയ്യിലുണ്ടാവുമെന്നും അതിവിടെ നട്ടുപിടിപ്പിക്കാറുണ്ടും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ് അല്ലേ? അപ്പുറത്തുണ്ട്. നമുക്കതൊന്നും ഇത് കഴിഞ്ഞിട്ടൊന്ന് മഴയില്ലേ? അല്ല, ഞാനൊന്ന് പോയിട്ട് കണ്ടോ? കാണാം അല്ലേ? ഓക്കെ. ഈ ബുക്കുകളൊക്കെ അദ്ദേഹം വായിച്ച് തീർത്ത പുസ്തകങ്ങളായിരിക്കും അല്ലേ? 99% വായിച്ചു തീർത്താണ്. ഇവിടെ അതെ. അദ്ദേഹത്തിൻ്റെ വായനാ റൂം ഇത് തന്നെയാണോ അതോ വേറെ റൂമുകളുണ്ട്? റൂം എന്ന് പറഞ്ഞിട്ട് ഈ ഹോൾ തന്നെയാണോ ഉപയോഗിക്കുന്നത്? വേറെ വായനാ റൂമുണ്ട് ഇപ്പുറത്തുണ്ടല്ലേ? നമുക്ക് ഒന്ന് കാണാം. ഓഫീസ് കം. ഓക്കെ. ഇത്രയും ബിസി ആയിട്ടുള്ള ആളുടെ ഓഫീസ് ഇത്രയും സിമ്പിൾ ഓഫീസാണ് അല്ലേ? ഇവിടെയാണ് അപ്പോൾ വായനയും ആളുകളായിട്ടുള്ള സംവാദമൊക്കെ. പബ്ലിക് വരാറുണ്ടോ കോമ്രേഡ് പോലുള്ള സമയത്ത്? പബ്ലിക് വരാറുണ്ടോ കാണാൻ വേണ്ടിയിട്ട്? വരാറുണ്ട്.
അവർക്ക് പ്രത്യേക സമയം എന്തെങ്കിലും അലോട്ട് ചെയ്തിട്ടുണ്ടോ കാണാൻ? ഏത് സമയത്തും വരാം, ഏത് സമയത്തും വരാം. ഓക്കെ ഓക്കെ. ഒരു അയൽവാസികൾക്കൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. അയൽവാസികളുടെ വിവരങ്ങളും സുഖാന്വേഷണങ്ങളൊക്കെ നല്ല രീതിയിൽ ഇടപെടുള്ളൂ. പല രാഷ്ട്രീയക്കാരും അവരുടെ സുഹൃത്തുക്കളാണ്, വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവർ. ഇതിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. ഇവിടേക്കുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. ഇദ്ദേഹം തൃപ്പൂണിത്തറയിൽ മത്സരിക്കുന്ന സമയത്തേ അവർ അവിടെ വീട് വാടകയ്ക്ക് എടുത്തോ അതോ അവിടെ സെറ്റിലായി? എങ്ങനെയായിരുന്നു ആ സമയത്ത്? അവിടെ വാടകയ്ക്കുണ്ട് ഫ്ലാറ്റ് എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ. തൃപ്പൂണിത്തറയല്ല, അന്ന് തൃപ്പൂണിത്തറ ഉണ്ടായിരുന്നു. അപ്പോൾ വെക്കേറ്റ് ചെയ്തു. അതിപ്പോൾ വെക്കേറ്റ് ചെയ്തു അല്ലേ? ഓക്കെ ഓക്കെ. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു അവിടെ താമസം? തെരഞ്ഞെടുപ്പിന് 5 വർഷം അവിടെയായിരുന്നു. ഓക്കെ ഓക്കെ. ഗൈസ്, അപ്പോൾ സഖാവിൻ്റെ വീട്ടിലെ പ്രധാനപ്പെട്ട 2 ഇടങ്ങളായിട്ടുള്ള അദ്ദേഹം പബ്ലിക്കിനെ കൈകാര്യം ചെയ്യുന്ന ഇടം, അദ്ദേഹത്തിൻ്റെ വായനാ റൂം, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ലൈബ്രറിയും കണ്ടതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹാളിലേക്ക് വരികയാണ്, വീടിൻ്റെ ഹാളിലേക്ക്. നല്ലൊരു ചുമർ ചിത്രം എന്നുള്ള രീതിയിലൊരു ചിത്രം കൊത്തുപണിയൊക്കെ ഉണ്ട് മരത്തിൻ്റെ. അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗത്ത് മരം ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് ഫർണിഷ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളും അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന ഹാളും തമ്മിലുള്ള ഇടയിലൊക്കെ മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. TV സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് മരമാണ്. അങ്ങനെ ഒരുപാട് മരം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിലമ്പൂരുകാരല്ലേ, അപ്പോൾ മരത്തിലൊന്നും യാതൊരു പിശുക്കും തന്നെ കാണിച്ചിട്ടില്ല. നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സംഗതി. ഒരു കാരാകൊണ്ട് ഇതെല്ലാം നിലമ്പൂർ തേക്ക് തന്നെയാണോ അതോ വ്യത്യസ്ത മരങ്ങളാണോ? ഇത് വേറെ തേക്കാണ്. നിലമ്പൂർ തേക്കാണ് അല്ല, വേറെ തേക്കാണ്? നിലമ്പൂർ തേക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആ സൈഡിൽ റോഡ് സൈഡിലുള്ള തോട്ടമാണ്, ഗവൺമെൻറ് തോട്ടം. ഇതല്ല, ഇത് ഞങ്ങൾ വാങ്ങിയതാണ് തേക്ക്. തേക്ക് അല്ലേ? ഓക്കെ. പൂത്തുവല്ലിയിൽ നിന്ന് വാങ്ങിയത്. അവിടെ വീട് വിറ്റ് കഴിഞ്ഞ ഉടനെ മരം വാങ്ങി വിറ്റു. ഇപ്പൊ പോത്തുകല്ല് വീടില്ലേ? അപ്പൊ ഇല്ല, അതൊക്കെ വിറ്റു. വിറ്റു അല്ലേ? ഇത് മാത്രമേ വീട്. അപ്പൊ തറവാട് വീട് പോത്തുകല്ലുണ്ടെന്ന് പറഞ്ഞ അങ്ങനെയൊന്നുമില്ല ഗൈസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്ക് വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ മീറ്റിംഗ് ഹാളും ലൈബ്രറിയും ഒക്കെ ചുറ്റി കാണിച്ചു തരികയാണ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇത്രയും നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. എന്തായാലും സഖാവിന് നല്ലൊരു അച്ഛനെയും കൂടി കിട്ടിയിട്ടുണ്ട് എന്നതിൽ സഖാവിന് അഭിമാനിക്കാം. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് മുറ്റം, അതുപോലെ അയൽപക്ക വീടുകൾ. ഇത് കാണുന്നത് നമ്മൾ വീടിൻ്റെ ചുമരാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോൾ ചുമരുമ്പോൾ കൂടെയൊക്കെ മരത്തിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ജനൽ, അതുപോലെ തന്നെ കട്ടില, വാതിൽ, ഒരു ഇരിപ്പിടം ഉൾപ്പെടെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടാണ്, നല്ല സന്തോഷം കിട്ടുന്നൊരു വീടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് അച്ഛനോടൊരു കാര്യം കൂടി ചോദിക്കാണ്ട്. ഇവിടെ നിലമ്പൂർ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വാഹനമില്ല, നിലവിൽ വാഹനമില്ല. നിലമ്പൂർ വാഹനമില്ല. എറണാകുളത്താണ് നമ്മൾ കണ്ടിട്ടുള്ള ആ വാഹനം, ജീപ്പ് കോമ്പസ്. ഓക്കെ ഓക്കെ. ഇവിടെ പാർട്ടി കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ കോമ്രേഡ് ഉപയോഗിച്ചത്. വേണ്ടി ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോർച്ചിലൊരു സ്കൂട്ടി കിടക്കുന്നില്ലേ? അത് വേറെ ആളുടെ ഇവിടുത്തെ വണ്ടിയല്ല, പാർട്ടി മെമ്പറിൽ തന്നെയാണ്. ഓക്കെ, അവൻ്റെ കൂടെ പോയിട്ടുള്ള ഒരാളുടെ. ഓക്കെ ഓക്കെ. അപ്പോൾ രാവിലെ കൂട്ടാൻ വേണ്ടി വന്ന വീട് പണിയുന്ന ആളിൻ്റെ. അവിടെ അല്ലേ? ഓക്കെ. ഇപ്പോൾ രാവിലെ കൂട്ടാൻ വന്നപ്പോൾ വണ്ടി ഇവിടെ വെച്ച് പോയതായിരിക്കും. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ ശരി. ഓക്കെ, ശരി ശരി. അല്ലേ, നാട്ടുകാർക്കേ ഇപ്പോൾ ഇങ്ങനെ വീഡിയോക്കാർ വരലും അവരോട് മറുപടി പറയലൊക്കെ തന്നെ പ്രധാന പരിപാടി ഉണ്ടാവുമല്ലേ? ചോദിക്കാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നും അല്ലേ? നമ്മളെന്താ വെച്ചാൽ വീട് വന്നേക്കാൾ ചോദിക്കും, അപ്പൊ ഇതാണ് വീട് പറയുമ്പോൾ വീട് പറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവില്ല ഇങ്ങനെ കയറാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ രാവിലെ രാവിലെ ആലപ്പുഴ ഒരു ടീം വന്നിരുന്നു. അപ്പോൾ രാവിലെ 6:30 വന്നു ചോദിച്ചു ഏതാണ് വീട് ചോദിച്ചു. പെട്ടെന്ന് ഇങ്ങനെ ഇതാണ് വീട് ചോദിക്കും. എനിക്ക് വലിയ വീട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആർക്കാരും വീട് അറിയാത്തൊരു ടെൻഷൻ ഉണ്ടാവും. അതേപോലെയാണ് കാണുന്നത്. ഇപ്പോൾ മത്സര ശേഷമായാലും ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന അങ്ങനത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒപ്പമുള്ള ഒരാളാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ സ്വരാജിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് വീടും വീട്ടുകാരെയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക്, നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മളൊന്ന് സപ്പോർട്ടും ചെയ്യുക. എന്തായാലും ഹാപ്പി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നല്ല മഴയാണ്. മഴയത്ത് എല്ലാവരും റെസ്റ്റ് എടുക്കുക, ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. ഓക്കെ, താങ്ക് യു.